നമസ്കാരം. ഞാൻ സുരേന്ദ്രമോഹൻ. ഒരിക്കൽ കൂടി മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ എത്തിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് ഒപ്പം തന്നെ PSM വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. നാഗാസ്ത്രം ഏറ്റുകിടക്കുന്ന ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാനായി ഹനുമാൻ മൃതസഞ്ജീവനി സസ്യമുള്ള ഋഷഭാദ്രിമല ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കുടജാദ്രിയിൽ കുറച്ചു ഭാഗം അടർന്നു വീണെന്നും അങ്ങനെയാണ് കുടജാദ്രി മലനിരകൾ ഉണ്ടായതെന്നും കരുതപ്പെടുന്നു. കുടജ സസ്യങ്ങൾ അധികമുള്ളതുകൊണ്ടാണ് കുടജാദ്രി എന്ന പേര് വരാൻ കാരണം. അനവധി ഔഷധ സസ്യങ്ങളുള്ള കുടജാദ്രി മലനിരകളിൽ നിന്നുത്ഭവിച്ച് ബൈന്ദൂർ താലൂക്കിലൂടെ ഒഴുകുന്ന സൗപർണിക നദിയുടെ തീരത്താണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. സുവർണൻ എന്ന ഗരുഡൻ തപസ് ചെയ്ത പുഴയുടെ തീരമായതുകൊണ്ടാണ് സൗപർണിക എന്ന പേര് വരാനിടയായത്. സൗപർണിക നദിയിൽ മുങ്ങിക്കുളിച്ച ശേഷം മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പുണ്യവും പവിത്രവുമായി കരുതപ്പെടുന്നു. ആദിശങ്കരൻ കുടജാദ്രിയിൽ തപസ് ചെയ്യുകയും സർവജ്ഞപീഠം കയറുകയും ചെയ്തതിനു ശേഷം അത്ഭുത ശക്തിയുള്ള മിഥുന ജ്യോതിർമയ ലിംഗം മൂകാംബിക ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയുകയും ജ്യോതിർമയ ലിംഗത്തിന്റെ ദർശനാർത്ഥിയായി മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്തു. കാളി, ലക്ഷ്മി, സരസ്വതി ഐക്യരൂപത്തിലുള്ള മൂകാംബിക ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇടതുഭാഗത്ത് കാളി, ലക്ഷ്മി, സരസ്വതിയും വലതുഭാഗത്ത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനും കൂടാതെ മൂകാസുരനെ വധിക്കാനായി 33 കോടി ദേവതകളുടെ ശക്തിയും സാക്ഷാത്കരിച്ചിട്ടുള്ള മൂകാംബിക പ്രതിഷ്ഠ മറ്റെവിടെയും കാണാൻ ആകില്ല. ആദിശങ്കരൻ ചിട്ടപ്പെടുത്തിയ ആരാധനാക്രമമാണ് ഇവിടെ പാലിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രമായി മൂകാംബിക ക്ഷേത്രം മാറിക്കഴിഞ്ഞു. മറ്റു ദേവീ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3 നേരങ്ങളിൽ കാളി, സരസ്വതി, പാർവതി രൂപത്തിലുള്ള അർച്ചനകൾക്ക് പകരം എല്ലായ്പ്പോഴും ഐക്യരൂപേണയുള്ള മൂകാംബിക ദേവിയെ പൂജിക്കുന്ന രീതിയാണ് ഇവിടെയുള്ളത്. മൂകാംബിക ക്ഷേത്രത്തിന് പുറത്തായി ഗണപതി ക്ഷേത്രമുണ്ട്. സൗപർണിക നദിയിൽ മുങ്ങിക്കുളിച്ച് ഗണപതിയെ തൊഴുത ശേഷം ക്ഷേത്രത്തിന് അകത്തെത്തി മുഖ്യപ്രതിഷ്ഠയായ മൂകാംബിക ദേവിയെ തൊഴുതിറങ്ങി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളിൽ തൊഴണം. അവസാനമായി മൂകാംബിക ക്ഷേത്രത്തിന്റെ മുഖ്യ രക്ഷകനായ വീരഭദ്രനെ തൊഴുന്നതോടുകൂടി ക്ഷേത്ര ദർശനം പൂർണ്ണമാകുന്നു. മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് 5 മണിക്കാണ്. 6 മണിക്കാണ് പൂജാകർമ്മങ്ങൾ ആരംഭിക്കുന്നത്. 8:30 മണിയോടുകൂടി ഉഷകാല പൂജകൾ അവസാനിക്കും. 9:30 മണി മുതൽ ആരംഭിക്കുന്ന ഉച്ചപൂജകൾ 11:30 മണിയോടെ അവസാനിക്കും. പിന്നീട് 1:30 മണി വരെ ദർശനത്തിനുള്ള സമയമാണ്. 1:30 മണിക്ക് നടയടച്ച ശേഷം പിന്നീട് 3 മണിക്കാണ് നട തുറക്കുന്നത്. വൈകുന്നേരം 6 മണി വരെ ദർശനത്തിനുള്ള സമയമാണ്. 6 മണി മുതൽ ആരംഭിക്കുന്ന പ്രദോഷകാല പൂജ 7:30 വരെ നീണ്ടു നിൽക്കും. പിന്നീടുള്ള അത്താഴ പൂജ 9:30 വരെ നീണ്ടു നിൽക്കും. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജ്ഞാനസ്വരൂപിണിയായ സരസ്വതി ദമ്പതി രൂപേണ പ്രതിഷ്ഠയുള്ളത് കൊണ്ട് തന്നെ മൂകാംബിക ക്ഷേത്രം എഴുത്തിനിരുത്ത് ചടങ്ങിന് വളരെ പ്രസിദ്ധമാണ്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള സരസ്വതി മണ്ഡപത്തിൽ എഴുത്തിനിരുത്ത് ചടങ്ങുകൾ ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം എഴുത്തിനിരുത്ത് ഉണ്ടായിരിക്കുന്നതല്ല. മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ചുറ്റുശീവേലിയുണ്ട്. വെള്ളിയാഴ്ചയും അമാവാസി, പൗർണമി ദിനങ്ങളിലും ക്ഷേത്രത്തിന് പുറത്ത് ദേവിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷവേളയിൽ ദേവിയെ ഓരോ ഭാവത്തിൽ കണ്ടു പൂജിക്കുന്ന പ്രത്യേക ചടങ്ങുകളുമുണ്ട്. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ആദിശങ്കരൻ തപസ് ചെയ്ത് സർവജ്ഞപീഠം കയറിയ കുടജാദ്രിയിൽ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഉന്മേഷവും ഓജസ്സും ആത്മീയ അനുഭൂതിയും പകർന്നു നൽകുന്ന അനുഭവമാണ്. കാനന അതിർത്തി വരെ നല്ല റോഡും പിന്നീട് ജീപ്പുകൾക്ക് മാത്രം പോകാൻ കഴിയുന്ന കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പോയി വരാൻ 470 രൂപയാണ് ഈടാക്കുന്നത്. പിന്നീടുള്ള യാത്ര ഒറ്റയടി പാതയിലൂടെ നടന്നു വേണം പോകാൻ. പലപ്പോഴും മൂടൽമഞ്ഞ് മൂടി നിൽക്കുന്ന കാനന മേഖലയിലൂടെ യാത്ര കഴിഞ്ഞ് കുടജാദ്രി ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുമ്പോഴുള്ള അനുഭൂതി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാനുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.